പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ വേണ്ടിട്ട് തീരുമാനിച്ചോ. അത് പോണ്ടിച്ചേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Continue for 1.5 kilometers. ഓക്കെ സെറ്റ്. നമ്മള് ഇങ്ങനെ ടോളെല്ലാം പഠിച്ച് ഏതോ ഒരു പോക്കറ്റ് റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. ഗ്രാമങ്ങളിൽ കൂടിയുള്ള യാത്രയാണ്. ഉൾഗ്രാമങ്ങൾ. ഫുള്ള് കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. കുറച്ച് വഴുതനങ്ങൾ കാര്യങ്ങളൊക്കെ കൃഷിയുണ്ട്. ചെറിയ ചെറിയ വീടുകള്, അമ്പലങ്ങള്, അങ്ങനെ ഇവിടെ എല്ലാം ട്രാക്ടർ മാത്രം പോകുന്ന കുറെ വഴികളാണ്. ഒരു പിക്കപ്പ് ഉണ്ട്. ഭാഗ്യം. കൊള്ളാട്ടോ. നമ്മളെ നോർത്തിലൊക്കെ ഇങ്ങനെയുള്ള കുറെ വഴികൾ പോയിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആ സമയത്ത് നമ്മൾ ഈ ചാനലൊന്നും തുടങ്ങാത്തതുകൊണ്ട് ഞാനധികം റെക്കോർഡ് ചെയ്തിട്ടില്ല. അനുഭവങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഇനിയും കിട്ടും. ഇനി കിട്ടുന്നെല്ലാം ഞാൻ ഇങ്ങനെ ഇടാം. ഇവിടെ ഫുള്ള് കശുമാവാണ്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് നമ്മുടെ നാട്ടിലെ കശുമാവ് ഉണ്ട് കേട്ടോ. മണൽ പ്രദേശമാണ്. ഫുള്ള് മണലാണ്. മണ്ണല്ല, മണലാണ്. അങ്ങനെ നമ്മള് Turn left onto National Highway 32. യെസ്, ഓക്കെ, സമ്മതിച്ചു. ഇന്റർനാഷണൽ ഹൈവേയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അങ്ങനെ ടോൾ ടൈസ് കാണിച്ചിരിക്കുന്നു. നമ്മള് ചെന്നൈ നാഗപട്ടണം ഹൈവേയിലാട്ടോ. നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഫുഡ് ഉണ്ടാക്കാനായിട്ട് സൈഡാക്കി ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് നമ്മൾ പോണ്ടിച്ചേരി എത്തും. പോണ്ടിച്ചേരിക്ക് അത്രയേ ഉള്ളൂ, ഒരു 1.5-3 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോണ്ടിച്ചേരി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാന്ന് വെച്ചു. ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു നല്ലൊരു തണൽ മരം കിട്ടിയപ്പോൾ സൈഡാക്കിയതാണ്. ഇവിടെയാണെങ്കിൽ അടുത്താണ് സിവിൽ. അതുകൊണ്ട് ഇതാ നിറച്ചതാ കുപ്പീൻ്റെ ബോട്ടിൽസിൻ്റെ അടപ്പ് കാണാം. ഷെയർ ഇട്ടടിക്കുന്ന ഗ്ലാസ് കാണാം. നമ്മളെ നാട്ടിലെ വെള്ളടിയൊന്നും ഒന്നുമല്ല കേട്ടോ. ഇവിടെ ഒരു വെള്ളടി എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാണ്. എല്ലാ മരച്ചവിട്ടിലും ഷെയറാണ്. അതാണ് അവസ്ഥ. ഇന്നത്തെ സാമ്പാറുണ്ട്. അതുപോലെ നമ്മളൊരു വെണ്ടക്ക മെഴുക്കരട്ടി ആക്കിയിട്ടുണ്ട്. അച്ചാറുണ്ട്. ആംബിയൻസിലുള്ള സ്ഥലമില്ല ഇന്ന് കേട്ടോ. ഇത് ഫുള്ള് വേസ്റ്റാണ്. പ്ലാസ്റ്റിക്കാണ്, വേറെ ഒന്നല്ല. പുറത്ത് ഭയങ്കര ആംബിയൻസ് ആണ്. പോണ്ടിച്ചേരിക്ക് ഇനി 22 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു നമ്മളൊരു ബണ്ട് കെട്ടിയുള്ളൊരു സ്ഥലം കിട്ടിയിട്ടാ. അവിടെ വണ്ടി ഇതാ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഇവിടുന്ന് കുളിക്കാം. പക്ഷെ വെള്ളം നല്ല അതുകൊണ്ട് കുളിക്കുന്നില്ല. എല്ലാവരും ഇവിടുന്ന് പരിപാടിക്കാണ്. കുളിക്കുന്നുണ്ട്, നീന്തൽ പഠിക്കുന്നുണ്ട്, വണ്ടി കഴുകുന്നുണ്ട്. കൊള്ളാം. നമ്മളിതാ പോണ്ടിച്ചേരി എത്തി. പോണ്ടിച്ചേരി ബോർഡർ പാസ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജിലേ ചെറിയൊരു ബ്ലോക്ക്. അപ്പം ഇങ്ങനെ ഒരു ബ്രിഡ്ജിൽ നിർത്തിയിട്ടേ. അങ്ങനെ നമ്മളിതാ പോണ്ടിച്ചേരി എത്തി. പോണ്ടിച്ചേരി റോക്ക് ബീച്ചിലേക്ക് ചുമ്മാ നടക്കുന്നു. രാത്രി തന്നെ പോകും കേട്ടോ. വെറുതെ ഒന്ന് പോണ്ടിച്ചേരിയിൽ വെറുതെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഓൾറെഡി ഞാൻ വന്ന് കണ്ടതാണ് പോണ്ടിച്ചേരിയൊക്കെ. നമ്മുടെ പോണ്ടിച്ചേരിയിൽ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് പഴയ ബിൽഡിങ്സുകൾ കൂടി ഉണ്ട് കേട്ടോ. പണ്ടത്തെ ഫ്രഞ്ച് സ്ട്രക്ചറിലുള്ള കുറച്ച് ഹൗസസ് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല നല്ല ഫ്രെയിംസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ റോക്ക് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഞാൻ 2015 ലാസ്റ്റ് വന്ന കേട്ടോ. 2015 വന്നിട്ട് 2015 അല്ല 2020 18 വന്നിട്ടുണ്ട്.
ഇവിടെ ഒരു ഗാന്ധിയുടെ പ്രതിമയുണ്ട്. പണ്ട് വന്ന സമയത്ത് ഞാൻ രാവിലെ വന്നിട്ടൊരു വീഡിയോ എടുത്തത് ഇപ്പോൾ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നു കേട്ടോ. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു മഹാത്മാഗാന്ധിൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഇതൊരു മെമ്മോറിയലാണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു മെമ്മോറിയലാണ്. ബാക്കി ലൊക്കേഷൻസ് പോകാനുള്ള ടൈം നമ്മളെത്തില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്, വെറുതെ ഒന്ന് പോണ്ടിച്ചേരി. ഇവൻ പോണ്ടിച്ചേരി വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രാത്രി തന്നെ തിരിച്ചു പോകും. ജസ്റ്റ് റോക്ക് ബീച്ച് മാത്രം കണ്ടിട്ട് പോകും കേട്ടോ. ടൈമില്ല, നാളെ തിരിച്ച് കോയമ്പത്തൂർ എത്തണം. കോയമ്പത്തൂരിൽ നിന്ന് റിട്ടേൺ പോകണം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ തിരിച്ച് പോവാണ്. BR അംബേദ്കറിൻ്റെ ഒരു മണിമണ്ഡപം ഉണ്ട് ഇവിടെ. നല്ല പുത്തൻ്റെ സ്റ്റാച്ചു. എന്താ ലൈറ്റ് ഓൺ ആക്കി കേട്ടോ. നമ്മൾ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ലൈറ്റ് ഓൺ ആക്കി. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ലൈബ്രറിയും കൂടി ഉണ്ട് കേട്ടോ. ക്ലോസ്ഡ് ആണ്. ലൈബ്രറിയിൽ എന്തായാലും കയറുന്നില്ല. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലൈബ്രറിയാണ്. ഇതൊക്കെ വളരെ പഴയ ബിൽഡിങ്സ് ആട്ടോ. പണ്ടത്തെ ഫ്രഞ്ച് കോളനികളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങളാണ്. നമ്മളിവിടെ നിന്ന് വിടുകയാണ് കേട്ടോ. ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ വന്നതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടു എന്ന് മാത്രമല്ല കേട്ടോ. അത് കൂടുതലായിട്ട് ഞാനിത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതല്ല. പോണ്ടിച്ചേരി പോകുന്ന വഴിക്ക് ജസ്റ്റ് കയറിയേ ഉള്ളൂ. അടുത്തത് ഏർക്കാടിലേക്കാണ് പോകുന്നത്. ഏർക്കാടിൽ നിന്ന് നേരെ കോയമ്പത്തൂർ പോകേണ്ട ആവശ്യമുണ്ട് നാളെ രാത്രി. അപ്പോൾ ഏർക്കാട് കയറിയിട്ട് നേരെ പോകും. മുനിസിപ്പാലിറ്റിന്റെ ബിൽഡിംഗ് കേട്ടോ. രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് പൊളിച്ച്. സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റുള്ള രാത്രി ഒരു രക്ഷയിലാണ് അലങ്കരിക്കുന്നത്. ചീഫ് സെക്രട്ടേറിയറ്റ്.
വണ്ടീൻ്റെ അടുത്ത് എത്തട്ടാ. ഒരു മൂങ്ങേനെ കണ്ടു, മൂങ്ങ. നമ്മള് പോണ്ടിച്ചേരിയിൽ നിന്ന് പോവാട്ടോ. പോണ്ടിച്ചേരി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതേ ഉള്ളൂ. ഓൺ ദ വേ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് പോകാന്ന് വെച്ചിട്ട് വന്നാ കേട്ടോ. ഈവനിങ് ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയിരിക്കണം, അത്രേ പ്ലാൻ ഉണ്ടായുള്ളൂ. അപ്പോൾ എന്തായാലും റോക്ക് ബീച്ചിൽ പോയിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ റിട്ടേൺ പോവാണ്. നമ്മൾ സേലത്തേക്കാണ് പോകുന്നത്. സേലത്ത് പോയിട്ട് നാളെ രാവിലെ ഏർക്കാട് പോയി, ഏർക്കാട് നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ കോയമ്പത്തൂർ പിടിക്കണം. അപ്പോൾ ഇവന് നാളെ രാത്രി ഇവന് ട്രെയിൻ ഉണ്ട് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് കോയമ്പത്തൂർ എത്തണം. അപ്പോൾ അങ്ങനെയാണ് പ്ലാന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടെന്നുള്ളത് ഞാനും ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും കുറേ സ്ഥലങ്ങളുണ്ട്, നമുക്ക് ധനുഷ്കോടി കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പോണ്ടിച്ചേരി ഉള്ളത് 84 റുപ്യ ലിറ്റർ.